നമസ്കാരം. നടൻ സലിംകുമാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മലയാള ചലച്ചിത്ര ലോകം വിതുമ്പുമ്പോൾ തീയുണ്ട പോലെയുള്ള നിലപാടുകൾ കൊണ്ട് ചലച്ചിത്ര രാഷ്ട്രീയ വേദികളെ ഒരുപോലെ ചൂടുപിടിപ്പിച്ച അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് ചർച്ചയാകുന്നത്. വെള്ളിത്തിരയിലെ മണവാളനായും പ്യാരിയായും നമ്മളെ ചിരിപ്പിച്ച സലിംകുമാർ യഥാർത്ഥ ജീവിതത്തിൽ തന്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയായിരുന്നു. മിമിക്രി വേദികളിൽ നിന്നും തുടങ്ങി 3 പതിറ്റാണ്ടിലേറെ നീണ്ട സൗഹൃദത്തിന്റെ പേരിൽ നടൻ ദിലീപ് കടുത്ത പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധം തീർത്തത് സലിംകുമാർ ആയിരുന്നു. സിനിമയ്ക്ക് അകത്തും പുറത്തും ദിലീപുമായി കാത്തുസൂക്ഷിച്ച അടുത്ത ആത്മബന്ധമാണ് വിവാദങ്ങൾക്കിടയിലും ദിലീപിനെ പിന്തുണയ്ക്കാൻ സലിംകുമാറിനെ പ്രേരിപ്പിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ സലിംകുമാർ ഉയർത്തിയ വാദങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വലിയ മാധ്യമ വിചാരണകൾക്കും കടുത്ത വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. എങ്കിലും താൻ വിശ്വസിച്ച സൗഹൃദത്തിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല. ദിലീപിനെതിരെയുള്ള കേസ് കടുത്ത രീതിയിൽ ചർച്ചയാകുന്ന സമയത്താണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സലിംകുമാറിന്റെ ആ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ദിലീപിന്റെ സ്വകാര്യ ജീവിതത്തെ തകർക്കാൻ 7 വർഷം മുൻപ് സിനിമാ രംഗത്തുള്ള ഒരു പറ്റം സഹോദരന്മാരാൽ രചിക്കപ്പെട്ട തിരക്കഥയുടെ ക്ലൈമാക്സ് റീലുകളാണ് മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു സലിംകുമാറിന്റെ പ്രധാന ആരോപണം. ദിലീപിനെയും നാദിർഷയെയും ഒരു ശാസ്ത്രീയ നുണപരിശോധനയ്ക്കായി താൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇവരെ ക്രൂശിലേറ്റാൻ ശ്രമിക്കുന്നവർ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം: പൾസർ സുനിയെയും ഇരയായ പ്രമുഖ നടിയെയും ഇതേ നിയമത്തിന് മുന്നിൽ നുണപരിശോധനയ്ക്കായി കൊണ്ടുവരിക. അതോടെ പ്രശ്നങ്ങൾ തീരും എന്ന ഈ പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാവുകയും നടി കള്ളം പറയുന്നെന്ന സൂചനയാണ് സലിംകുമാർ നൽകുന്നതെന്ന ആക്ഷേപം ശക്തമാവുകയും ചെയ്തു. നടിക്കെതിരായി പരാമർശം വലിയ ജനരോക്ഷത്തിന് കാരണമായതോടെയാണ് സലിംകുമാർ പിന്നീട് പരസ്യമായി മാപ്പ് പറയുന്ന അവസ്ഥയിലേക്കും എത്തി. പിന്നീട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ എന്തിനാണ് ദിലീപിനെ വിശ്വസിച്ചതെന്ന് സലിംകുമാർ വ്യക്തമാക്കുന്നുണ്ട്. കേസിനെക്കുറിച്ച് ദിലീപിനോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു. താൻ തെറ്റുകാരനല്ലെന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് ദിലീപ് സലിംകുമാറിനോട് പറഞ്ഞത്. നീ അത് ചെയ്തിട്ടുണ്ടോ, സത്യം പറയാൻ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ മക്കളെ പിടിച്ചാണ് ദിലീപ് സലിംകുമാറിന് മുന്നിൽ സത്യം ചെയ്തത്. ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്കും അങ്ങനെ ഒരു ക്രൂരമായ കൃത്യം ചെയ്യാൻ പറ്റില്ലെന്നും ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും സലിംകുമാർ തുറന്നു പറഞ്ഞു. അതൊരു സുഹൃത്തിന്റെ വിശ്വാസമായിരുന്നു. ചിലപ്പോൾ അത് ശരിയാകാം, അല്ലെങ്കിൽ തെറ്റാകാം. എങ്കിലും കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യത്തിൽ മുൻകൂട്ടി ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ലെന്ന നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ദിലീപ് ചാനൽ പരിപാടികളിൽ പറഞ്ഞതും സലിംകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചതുമായ കാര്യങ്ങൾ ഒരേ രീതിയിലുള്ളതായിരുന്നു. വിചാരണ സമയത്ത് സിനിമയ്ക്കുള്ളിൽ നിന്നും വരുന്ന ഇത്തരം അനുകൂല പ്രസ്താവനകൾ പൾസർ സുനിയുടെ അഭിഭാഷകന് കോടതിയിൽ ആയുധമാക്കാൻ കഴിയുമെന്ന ആശങ്ക അന്ന് സിനിമാ രംഗത്തുള്ളൊരു വിഭാഗം ഉയർത്തിയിരുന്നു. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പീഡനം നടന്ന വാദം തള്ളാൻ ഇത്തരം സാഹചര്യങ്ങൾ ദിലീപും കൂട്ടരും ബോധപൂർവ്വം സൃഷ്ടിക്കുകയാണെന്ന സംശയവും ഉയർന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് ശേഷം കൊച്ചിയിൽ അമ്മയുടെ യോഗം ചേർന്നപ്പോൾ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സിനിമയിൽ 2 ശക്തമായ ചേരികൾ രൂപപ്പെട്ടു. ഭൂരിപക്ഷം താരങ്ങളും തർക്കങ്ങളിൽ ഇടപെടാതെ മാറി നിന്നെങ്കിലും ദിലീപിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു സംഘടന. പലരും ദിലീപിന് പിന്തുണ നൽകിയാൽ അത് നടിക്കെതിരെയാകുമെന്ന് ഭയന്നു. ഈ വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയിലും സലിംകുമാർ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. താനെന്ന് പറഞ്ഞ നിലപാടുകളിൽ മരണം വരെ സലിംകുമാർ ഉറച്ചു നിന്നു. ദിലീപ് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അയാളെ വിധിക്കേണ്ടത് മാധ്യമങ്ങളോ നമ്മളോ അല്ല, കോടതിയാണെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന കടുത്ത വിമർശനങ്ങളെയും സൈബർ ആക്രമണങ്ങളെ അദ്ദേഹം പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. അതിന്റെ പേരിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിലെനിക്ക് കുഴപ്പമില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സിംഹഗർജനം. ശനിയാഴ്ച രാത്രി 10:45 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സലിംകുമാറിന്റെ മരണം സ്ഥിരീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ശക്തമായ നിലപാടുകളുടെ 3 പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധത്തെയും ഓർത്ത് സുഹൃത്തുക്കൾ വിതുമ്പുകയായിരുന്നു. ഓഡിയോ കാസറ്റുകളുടെ കാലം മുതൽ സലിംകുമാറിനൊപ്പമുള്ള സംവിധായകൻ നടനുമായ നാദിർഷ ആശുപത്രിയിൽ വെച്ച് അതീവ വികാരധീനനായാണ് പ്രതികരിച്ചത്. ദിലീപ് ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ദിലീപ് ഓടിയെത്തിയിരുന്നു. തുടർന്നതായി നിമിഷം വരെയും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് ദിലീപ് ഉള്ളത്.